ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമായ സാഖ്യയോഗയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വിശ്വാസിയും ഓരോ മനുഷ്യനും നിർബന്ധമായും ഭഗവത്ഗീത പഠിച്ചിരിക്കണം. ഭഗവത്ഗീത ശരിയായ അർത്ഥത്തിൽ പഠിച്ച ഒരാൾക്ക് മോക്ഷം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരിയായ പാത, ശരിയും തെറ്റും, പല സമയത്തും നമുക്ക് അങ്ങനെയുള്ള സംശയങ്ങൾ തോന്നും. ഏതാണ് ശരി? ഏത് തീരുമാനം ഞാൻ എടുക്കണം? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട്. ഭഗവത്ഗീത ശരിയായി മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക്, കൃത്യമായി പഠിച്ച ഒരാൾക്ക് അതിൻ്റെ ഉത്തരം ആ പുസ്തകത്തിൽ നിന്ന് തന്നെ ലഭിക്കും. കാരണം ഒരു മനുഷ്യൻ എന്തു ചിന്തിക്കണം, എന്തു പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു തന്നിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, വിഡ്ഢികളും മൂഢന്മാരും താൻ എന്തൊക്കെയോ ആണ് എന്ന് മേനി പറഞ്ഞു നടക്കുന്നവരും മാത്രമാണ് ഭഗവത്ഗീതയെ ആക്ഷേപിക്കുന്നത്. ഈ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചേർന്ന എല്ലാവരും തന്നെ ഭഗവത്ഗീതയെ തൻ്റെ ഹൃദയത്തിനോട് ചേർത്ത് വച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഗ്രന്ഥത്തിന്, അതിലെ ഓരോ ശ്ലോകങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്ന്. അത് അവരുടെയൊക്കെ ജീവിതത്തെ ഏതൊക്കെ വിധത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അതല്ലാതെ അവിടെ ഇവിടെ ഇരുന്ന് വെറുതെ വാചക കസർത്ത് നടത്തുന്ന ആളുകൾക്ക്, അറിവില്ലാത്ത ആളുകൾക്ക്, സ്വയം ഞാനൊരു മിടുക്കനാണ് എന്ന് നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കുന്നവർക്ക് ഇതൊരു മോശം പുസ്തകമാണ്. അവരങ്ങനെ ചിന്തിച്ചോട്ടെ, അത് അവരുടെ ജോലി. ഈ കലിയുഗത്തിൽ അങ്ങനെയുള്ള ആളുകളും വേണം. പക്ഷേ ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ നിർബന്ധമായും അവൻ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലെങ്കിലും ഭഗവത്ഗീത വളരെ കൃത്യമായി പഠിച്ചിരിക്കണം. തെറ്റായ രീതിയിലല്ല, ശരിയായ രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം. നമ്മൾ ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമായ സാഖ്യയോഗയിലെ 32 ശ്ലോകങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 33ാമത്തെ ശ്ലോകം. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അധ ചേത് ത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. ഓരോ വാക്കുകളുടെയായി അർത്ഥം നമുക്ക് നോക്കാം. അഥ ചേത് അർത്ഥം കൂടുതലായി, ത്വം അങ്ങേക്ക്, ഇമം ഇത്, ധർമ്മ്യം ധർമ്മബോധമുള്ള, സംഗ്രാമം യുദ്ധാവസ്ഥ, ന ഇല്ല, കരിഷ്യസി അർത്ഥം തീരുമാനം, തതഃ അനന്തരം, സ്വധർമ്മം കടമ, കീർത്തിം കീർത്തി, ച കൂടെ, ഹിത്വ അർത്ഥം വെടിഞ്ഞിട്ട്, പാപം പാപം, അവാപ്സ്യസി പാത്രമായി തീരുക. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? ഈ ധർമ്മയുദ്ധം നീ ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ ഫലമായി സ്വധർമ്മവും കീർത്തിയും വെടിഞ്ഞ് പാപം കൈക്കൊള്ളേണ്ടി വരും, പാപം സമ്പാദിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതായത് നീ ഈ ധർമ്മയുദ്ധം ചെയ്യുക. ഇത് സാധാരണ യുദ്ധമല്ല, ധർമ്മയുദ്ധമാണ്.
ധർമ്മം സംരക്ഷിക്കുന്നതിനു വേണ്ടി ചെയ്യുന്ന യുദ്ധമാണ്. ഈ യുദ്ധം നീ ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ എല്ലാ കീർത്തിയും സ്വധർമ്മവും വെടിഞ്ഞ് നീ പാപിയായിത്തീരും എന്നാണ് വീണ്ടും വീണ്ടും ഭഗവാൻ ഇവിടെ പറയുന്നത്. അതായത് സത്യമാർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തൻ്റെ ആ ഗുണങ്ങളെ, നല്ല ഗുണങ്ങളെ വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സത്യത്തിൻ്റെ മാർഗത്തിൽ മുന്നേറുന്ന ആളാണ് അർജുനൻ. ഇവിടെ നിൻ്റെ ആ ശരിയായ ഗുണം, ആ സത്വഗുണം കാണിക്കാൻ കിട്ടുന്ന അവസരമാണ് എന്ത്? ഈ ധർമ്മയുദ്ധം ചെയ്യുക എന്നുള്ളത്. ആ അവസരം ഒരിക്കലും നീ വേണ്ടാന്ന് വെക്കരുത്. സ്വധർമ്മം വെടിയുന്നത് എന്തിന് തുല്യമാണ്? തൻ്റെ ഗുണങ്ങളെല്ലാം ത്യജിച്ച് പാപിയായിത്തീരുന്നതിനു തുല്യമാണ്. അങ്ങനെ സ്വധർമ്മം വെടിഞ്ഞാൽ താൻ ഇതുവരെ സമ്പാദിച്ചു കൊണ്ടിരുന്ന കീർത്തിയും പുണ്യവും എല്ലാം നശിക്കും. പിന്നീട് അവന് കിട്ടുന്നത് എന്താണ്? പാപമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ അർജുനൻ തൻ്റെ ബന്ധുക്കളാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, തൻ്റെ ഗുരുജനങ്ങളാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. അർജുനന് വേണ്ടിയിട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർജുനൻ യുദ്ധം ചെയ്യുന്നത് തൻ്റെ രാജ്യത്തെ കാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ യുദ്ധം ഒഴിവാക്കുന്നതിനായി ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അതായത് അവരുടെ രാജ്യം യഥാർത്ഥത്തിൽ അർജുനന് അവകാശപ്പെട്ട, പാണ്ഡവർക്ക് അവകാശപ്പെട്ട അവരുടെ ഭൂമി, അവരുടെ രാജ്യം അധർമ്മത്തിലൂടെ തട്ടിപ്പറിച്ചെടുത്തിരിക്കുന്ന ആളുകളാണ് ആര്? ദുര്യോധനനും കൂട്ടരും. ഇപ്പം നമ്മുടെ രാജ്യം തന്നെ ഉദാഹരണം, നമ്മുടെ ഭാരതത്തിലേക്ക്, അത് നമ്മുടെ രാജ്യമാണ്. നമ്മളിവിടെ സ്വസ്ഥവും സമാധാനവുമായി താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ സ്വസ്ഥവും സമാധാനവുമായി നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടത്തിലേക്ക് ശത്രു രാജ്യക്കാർ ഇടിച്ചു കയറി വരികയാണ്. നമ്മൾ എന്തു ചെയ്യണം? യുദ്ധം ചെയ്യണം, അല്ലേ? അതല്ലാതെ ആ വരുന്നവരൊക്കെ അയ്യോ എൻ്റെ സഹോദരങ്ങളാണല്ലോ എന്ന് കരുതിയിരുന്നാൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി സാധിക്കുമോ? പറ്റില്ല. ഇപ്പോൾ നമുക്ക് കാണാമില്ലേ, നമ്മുടെ കോടതികളിൽ, സിവിൽ കോടതികളിൽ ധാരാളം സിവിൽ വ്യവഹാരങ്ങളുണ്ട്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിലേക്ക് മറ്റുള്ളവർ വേസ്റ്റ് കൊണ്ടിടുന്നു, കയ്യേറുന്നു. 10 ദിവസം മാറി നിൽക്കുമ്പം ആ ഭാഗത്തേക്ക് വേലി വളച്ചു കെട്ടുന്നു, ഇല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യുകയല്ല. നമ്മുടെ ഭൂമിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അവനെ വെട്ടാനും കുത്താനും പോവുകയാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെ പോകരുത്. അതിന് ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അതിനാണ് സിവിൽ കോടതികളുള്ളത്. അന്നത്തെ കാലത്ത് ഇങ്ങനെയല്ല. രാജ്യ സംരക്ഷണമാണ്, വസ്തു സംരക്ഷണമല്ല. അർജുനൻ്റെ വീട് സംരക്ഷിക്കുകയല്ലായിരുന്നു, രാജ്യം സംരക്ഷിക്കുകയായിരുന്നു. അതിനുവേണ്ടി എന്താണ് ഒരു ക്ഷത്രിയൻ ചെയ്യേണ്ടുന്നത്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവനവന് വേണ്ടി നമ്മൾ, അല്ലെ അവനവൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മൾ നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്ന രീതിയിൽ പ്രതികരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലേക്ക് അധിനിവേശ ശക്തികൾ കടന്നു കയറുകയും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു കയറുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ കളഞ്ഞ് നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ അതിർത്തികളിൽ മഞ്ഞും മഴയും വെയിലുമേറ്റ് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഘോരമായി ഇവിടെ ഇരുന്ന് അവകാശങ്ങളെപ്പറ്റി സംസാരിക്കാൻ സാധിക്കുന്നത്.
സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നത്. അവരൊക്കെ അവരുടെ വീട്ടിൽ പോയാലുള്ള അവസ്ഥ എന്താണ് എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ ഭാരതമെന്ന മഹത്തായ രാജ്യത്തെ കാക്കുന്നതിന് വേണ്ടി കാവൽ നിൽക്കുകയാണ്. ഉറങ്ങാതെ, ആഹാരം കഴിക്കാതെ, മഞ്ഞും വെയിലുമേറ്റ് ആ പട്ടാളക്കാർ അവിടെ കാവൽ നിൽക്കുന്നു. അവരുടെ ജീവൻ വേണ്ടി വന്നാൽ ബലി കൊടുക്കാൻ തയ്യാറായി, തൻ്റെ രാജ്യത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആ പട്ടാളക്കാരോടാണ് ഭഗവാൻ പറയുന്നത്, നീ നിൻ്റെ ധർമ്മം ചെയ്യുക, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. ഇവിടെ അർജുനനോടും അതേ രീതിയിൽ തന്നെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ക്ഷത്രിയനാണ് അർജുനൻ. ക്ഷത്രിയൻ്റെ ജോലിയാണ് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഒരു ബ്രാഹ്മണനോടല്ല ഭഗവാൻ പറഞ്ഞത്, ഒരു കച്ചവടക്കാരനോടല്ല ഭഗവാൻ പറഞ്ഞത്, ഒരു ക്ഷത്രിയനോടാണ് ഭഗവാൻ പറഞ്ഞത്. നമ്മളോടല്ല യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരോടാണ് ഭരണാധികാരികൾ യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യും? നാക്കുകൊണ്ട് യുദ്ധം ചെയ്യും. അങ്ങനെ ചെയ്യണമെന്ന് നമ്മളോട് ആരും പറഞ്ഞു തന്നില്ല, പക്ഷേ നമ്മൾ അങ്ങ് ചെയ്യുകയാണ് അല്ലേ? നമ്മുടെ നാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ വേദനകൾ ഉണ്ടാക്കാമോ ആ വേദനകളൊക്കെ നിരന്തരം ഉണ്ടാക്കി അവൻ്റെ പാപവും കൂടി പിടിച്ചു പറ്റി സുഖമായി ജീവിക്കുകയാണ് നമ്മൾ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 34-ാമത്തെ ശ്ലോകം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാത് അതിരുച്യതേ. അർത്ഥം നോക്കാം. അകീർത്തിം, കീർത്തികരമല്ലാത്ത, ച കൂടെ, അപി അതുകൂടാതെ, ഭൂതാനി അർത്ഥം ജീവികൾ, കഥയിഷ്യന്തി പറയും, തേ നിനക്ക്, അവ്യയാം എന്നേക്കും, സംഭാവിതസ്യ അർത്ഥം കീർത്തികരമായ, ച കൂടെ, അകീർത്തി അവമതിക്കുക, അതായത് നമ്മളെ പറ്റി മോശം പറയുക, മരണാത് മരണത്തേക്കാൾ, അതിരുച്യതേ അർത്ഥം അധികം. ശ്ലോകാർത്ഥം നോക്കാം. നിനക്ക് പാപം ലഭിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം പറയുകയാണ്, ജീവികളെല്ലാം, മറ്റുള്ളവരെല്ലാം തന്നെ നിന്നെപ്പറ്റി മോശം പറഞ്ഞു പരത്തും, നിനക്ക് അവമതിപ്പുണ്ടാക്കും, അത് മരണത്തേക്കാൾ കഠിനമാണ് എന്ന് പറയുകയാണ്. മറ്റുള്ളവരൊക്കെ നീ യുദ്ധം ചെയ്തില്ല, അങ്ങനെയുണ്ടെങ്കിൽ എന്തു ചെയ്യും? നിന്നെപ്പറ്റി വളരെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തും, നിൻ്റെ പേരിനും പ്രശസ്തിക്കും അത് അവമതിപ്പുണ്ടാക്കും, അതിനേക്കാൾ ഭേദം മരണമല്ലേ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. ശരിയല്ലേ? നമ്മളെപ്പറ്റി നിരന്തരം ഒരാൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തു തോന്നും? എൻ്റെ ഭഗവാനെ, ഇതിലും ഭേദം മരിക്കുന്നതാണ് എന്ന് തോന്നും. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സകല ജീവികളും എന്ന് പറഞ്ഞിട്ടുണ്ട്. സകല ജീവികളും നിന്നെപ്പറ്റി അവമതിപ്പ് പറയും, നിന്നെപ്പറ്റി മോശം പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ചില ആളുകൾ പറയുമെന്നല്ല, മുഴുവൻ ആളുകളും. ആ മുഴുവൻ ആളുകളിൽ ആരൊക്കെ വരും? അർജുനനേക്കാൾ മുകളിലുള്ളവരും വരും. അതായത് കായിക ബലം കൊണ്ടും ബുദ്ധി കൊണ്ടും പദവി കൊണ്ടുമൊക്കെ അർജുനനേക്കാൾ മുകളിലുള്ളവരും വരും, അർജുനനേക്കാൾ വളരെ താഴെയുള്ളവരും വരും. സകല ജീവികളും എന്നുള്ളത് കൊണ്ട് അതിനിസാരന്മാർ പോലും നിന്നെപ്പറ്റി മോശം പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഹാദേവൻ, സർവേശ്വരൻ, പരമശിവൻ മുതൽ ഇങ്ങോട്ട് എല്ലാ ദേവന്മാരാലും മനുഷ്യരാലും ആദരിക്കപ്പെടുന്നവനാണ് ആര്? അർജുനൻ. അങ്ങനെയുള്ള അർജുനനെ പറ്റി
സകല ജീവികളും മോശം പറയുന്നത് നല്ലതാണോ? അത് നിനക്ക് സഹിക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവരാലും അനാദരിക്കപ്പെടാനിടയായാൽ അത് നിനക്ക് മരണത്തേക്കാൾ ദുഃഖകരമായിരിക്കും. അതുകൊണ്ട് നീ നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. ഇവിടെ നിന്റെ ഉത്തരവാദിത്തം എന്താണ്? നിന്റെ രാജ്യത്തെ കാക്കുന്നതിന് വേണ്ടി നീ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ഈ യുദ്ധം ഒഴിവാക്കുന്നതിനായി ഭഗവാൻ ഒരുപാട് ശ്രമിച്ചു, അല്ലേ? രാജ്യം കൊടുക്കാൻ പറഞ്ഞു, തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തില്ല. 5 ഗ്രാമങ്ങൾ ചോദിക്കുന്നു, കൊടുത്തില്ല. 5 വീടുകൾ ചോദിക്കുന്നു, കൊടുക്കുന്നില്ല. 1 വീട് ചോദിക്കുന്നു, സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറയുന്നു. ദൂതിനു പോയ ഭഗവാനെ പോലും പിടിച്ചു കെട്ടാൻ പറയുന്നുണ്ട്. അത്ര ദുഷ്ടത്തരങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. പിന്നെന്തു ചെയ്യും യുദ്ധം ചെയ്യാതെ? നിവൃത്തി കെട്ടിട്ടാണ് അവർ ധർമ്മയുദ്ധത്തിനിറങ്ങിയത്. ആ സമയത്താണ് അർജുനൻ പറയുന്നത്, പറ്റില്ല, തിരിച്ചു പോവുകയാണ്. ദേ നിൽക്കുന്നു എൻ്റെ പിതാമഹൻ, എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ. യുദ്ധം ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുമ്പോഴാണ്, നീ വന്ന ജോലി ചെയ്തിട്ട് പോകൂ. നിന്റെ ജോലി എന്താണ്? നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ ജോലി രാജ്യം ഭരിക്കുക, രാജ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തില്ലെങ്കിൽ നിന്നെപ്പറ്റി ആളുകൾ മോശം പറയും. ഒരു ബ്രാഹ്മണൻ എന്താണ് ചെയ്യേണ്ടുന്നത്? ബ്രഹ്മജ്ഞാനമുള്ളവനാണ് ബ്രാഹ്മണൻ. അങ്ങനെ ബ്രഹ്മജ്ഞാനം ലഭിച്ചവനെ മാത്രമേ ബ്രാഹ്മണൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ജന്മം കൊണ്ട് ഒരുത്തൻ ബ്രാഹ്മണനായതുകൊണ്ട്, ആ കുലത്തിൽ ജനിച്ചതുകൊണ്ട് അവന് ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. ശരിയായ ജ്ഞാനമുള്ളവൻ അവനവൻ്റെ ജോലി ചെയ്യണം. ലോകക്ഷേമത്തിന് വേണ്ടി അവന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതായിട്ടുണ്ട്, അവനത് ചെയ്യണം. ഇവിടെ ക്ഷത്രിയനാണ് അർജുനൻ. രാജ്യം സംരക്ഷിക്കുക, രാജ്യം ഭരിക്കുക, അതാണ് അവൻ്റെ ജോലി. അത് നീ ചെയ്യുക, ഫലം ഞാൻ തന്നുകൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ അതുതന്നെയാണ് നമ്മളോടും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യൂ. ഒരു വിദ്യാർത്ഥി നന്നായി പഠിക്കൂ, ബാക്കി ഞാൻ തന്നുകൊള്ളാം. ഒരു ഗൃഹനാഥൻ, ഒരു ഭർത്താവ്, അവൻ്റെ ജോലി ചെയ്യൂ. ഒരു മകൻ, അവൻ്റെ ജോലി ചെയ്യൂ. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നവൻ, അവനവൻ്റെ ജോലി ചെയ്യുക കൃത്യമായി. ഒരു ഭരണാധികാരി, അവനവൻ്റെ ജോലി ചെയ്യുക. ഒരു സൈനികൻ, അവനവൻ്റെ ജോലി ചെയ്യുക. ഫലം ഞാൻ തന്നുകൊള്ളാം. അതല്ലാതെ ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ വന്നിരുന്നിട്ട് രാമരാമ എന്ന് ജപിച്ചിട്ടൊന്നും ഒരു കഥയില്ല. ജോലി ചെയ്യാത്തവന് കൂലിയുമില്ല. എന്തു ജോലിയാണോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മളിൽ വിധിച്ചിരിക്കുന്നത്, അത് കൃത്യമായി ചെയ്യുക. ഫലം ഈശ്വരൻ തന്നുകൊള്ളും. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.